തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. കേക്ക് കട്ട് ചെയ്ത് ആർക്കെല്ലാം കൊടുക്കണമെന്ന് കൺഫ്യൂഷനാണ് നന്ദുവിന്. ആദ്യത്തെ പീസ് അച്ഛനും അമ്മക്ക് കൊടുത്തു. ഇനി ആർക്ക് കൊടുക്കും? ത്രിദേവ്സൻ ത്രിമൂർത്തീസ് ഒരുപോലെ അവളെ നോക്കി നിൽക്കുക. ത്രിമൂർത്തീസിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞപ്പം ത്രിദേവ്സ് കണ്ണുരുട്ടി ത്രിദേവ്സിൻ്റെ നേരെ തിരിഞ്ഞപ്പം ത്രിമൂർത്തീസും. ലാസ്റ്റ് സൈക്കട്ട് നന്ദു അങ്ങ് തന്നെ കഴിച്ചു. പിന്നെ ഫുൾ കലപിലായിരുന്നു. അതിനിടയിൽ ആരും കാണാത്തൊരു പീസ് എടുത്ത് ശ്രീയുടെ വായിൽ കുത്തിക്കയറ്റാനും ലെവൾ മറന്നില്ല കേട്ടോ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓൾമോസ്റ്റ് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിയാനായതും ശ്രീ രണ്ടും കൽപ്പിച്ച് പോക്കറ്റിൽ നിന്നും റിംഗ് ബോക്സ് എടുത്ത് നന്ദുവിനടുത്തേക്ക് നടന്നു. പക്ഷെ അപ്പോഴാണ് ആരൊക്കെയോ അകത്തേക്ക് വന്നത്. ആരെന്നറിയാനെ ശ്രീ തിരിഞ്ഞു നോക്കിയതും മുന്നിലുള്ള ആളെ കണ്ട് അവനൊന്ന് അമ്പരുന്നു. ഹരിനാരായണൻ സർ. അയാളെ കണ്ടപ്പോൾ തന്നെ ത്രിമൂർത്തീസ് ചിരിച്ചുകൊണ്ട് ആളെ അകത്തേക്ക് ക്ഷണിച്ചു. ത്രിമൂർത്തീസ്, നന്ദിനി, സാരംഗ്, ധ്രുവ് എന്നിവർ വെച്ച് ബാക്കിയുള്ള മുഖങ്ങളിലെല്ലാം അമ്പരപ്പാണ്. സാരംഗിനോട് സംസാരിച്ച് അയാൾ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് എടുത്ത് നന്ദുവിന് കൊടുത്തിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് ആള്. അതൊക്കെ കണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാതെ നിൽക്കുവാണ് ത്രിദേവീസും ശ്രീയും ഒക്കെ. അല്ല സർ ഒറ്റക്കുള്ളൂ? എന്നോ നിങ്ങൾ പ്രതീക്ഷ അവളും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് വിരൽ ചുടിയതും എല്ലാവരുടെ ശ്രദ്ധ അവിടേക്കായി. അതാരാണെന്നറിയാൻ ആകാംക്ഷയിൽ നിന്നതും അകത്തേക്ക് വരുന്ന ആളെ കണ്ട് റിൻഷിയും ശ്രുതിയും ഒന്ന് നെട്ടി. അതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന നിഹയുടെ മുഖത്ത് ഒരു വിജയഭാവമായിരുന്നു. ഇതാണ് എൻ്റെ മൂത്ത മകൻ സിദ്ധാർത്ഥ് നാരായണൻ. ആ പേര് കേട് കൂട്ടതും എന്തോ വർക്കിൽ ബിസിയായിരുന്ന ഋതിക് വേഗം അതൊക്കെ നിർത്തി അവിടേക്ക് ചെന്നു. ഹലോ എല്ലാവരെയും നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞതും ത്രിമൂർത്തീസ് നിറഞ്ഞ ചിരിയോടെ തന്നെ അവനെ തിരിച്ചും ഗ്രീറ്റ് ചെയ്തു. എല്ലാവരുടെയും കണ്ണടിക്കാതെ തന്നെ നോക്കി നിൽക്കുന്ന നിഹയെ കണ്ടതും അവൻ്റെ മുഖം ഒന്നും കൂടി തിളങ്ങി. അവൾ അവന് കണ്ണുകൊണ്ട് ത്രിദേവ്സിനെ കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ അവൻ ത്രിദേവ്സിനെ നോക്കിയതും അവരുടെ മുഖത്തുള്ള ടെൻഷനും ഞെട്ടലും കണ്ട് അവൻ അവരെ നോക്കിയൊന്ന് പ്രത്യേകം ചിരിച്ചു. ഓക്കെ ദെൻ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ? ഹരിനാരായണൻ ചോദിച്ചതും സാരംഗ് ത്രിമൂർത്തീസിനെ ഒന്ന് നോക്കി. അവർ സാരംഗിനെ നോക്കി പറയാൻ പറഞ്ഞതും മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് സാരംഗ് മുന്നിലേക്ക് വന്നു. ഇന്നത്തെ ദിവസം എൻ്റെ മകളുടെ ജന്മദിനം എന്നതിലുപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ കൂടിയാണ് ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചത്. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നിൽക്കാൻ നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് സാരംഗ് തുടർന്നു. എൻ്റെ മകളും ഈ നിൽക്കുന്ന ഹരിനാരായൺ സാറിൻ്റെ മകനായ സിദ്ധാർത്ഥുമായുള്ള എൻഗേജ്മെൻ്റാണ് ഈ വരുന്ന സാറ്റർഡേ. സാരംഗിൻ്റെ വാക്കുകൾ കേട്ടതും ഷീയുടെ കയ്യിൽ നിന്നും റിംഗ് ബോക്സ് താഴേക്ക് വീണു. എൻഗേജ്മെൻറ്റ്? സ്വയം ചോദിച്ചുകൊണ്ട് ഷീ നോക്കിയതും കാണുന്നത് സിദ്ധാർത്ഥിനെ ചേർത്ത് പിടിക്കുന്ന സാരംഗിനെയാണ്. അതുകൂടി കണ്ടതും കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ ഷീ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ട് നന്ദു ശ്രീയെ നോക്കുമ്പോൾ കാണുന്നത് അവൻ ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പം അവൾക്ക് കഴിഞ്ഞുള്ളൂ. ശ്രീ പോകുന്നത് കണ്ടപ്പോൾ തന്നെ ധ്രുവും വേഗം അവൻ്റെ പിറകെ ചെന്നു. പക്ഷെ ശ്രീയുടെ കയ്യിൽ നിന്ന് വീണ റിംഗ് ബോക്സ് എത്തിയത് മറ്റൊരാളുടെ കൈകളിലായിരുന്നു. ശ്രുതി, എന്തൊക്കെ മഹാദേവ ഇവിടെ നടക്കുന്നത്? സിദ്ധാർത്ഥ്, അവനും പിന്നെ എങ്ങനെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ. എല്ലാവരും കൈയടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തകളിൽ നിന്നും പുറത്തു വന്നത്. പാരൻസിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഫ്രണ്ട്സുമൊക്കെ ഈ തീരുമാനം കൈയടിച്ച് പാസ്സാക്കുക. നന്ദുവാണ് ഈ ലോകത്തെ അല്ലാത്തത് മാതിരി പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുക. സിദ്ധാർത്ഥിനെ അവളുടെ കൂടെ നിർത്തുന്നതും ഫോട്ടോസ് എടുക്കുന്നതൊന്നും അവർ അറിയുന്നേയില്ല. എന്താണതൊക്കെ ഇത്ര പെട്ടെന്ന്? അതും ഇയാളുമായി? എന്തിനാ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്? ആദ്യം ചോദിക്കുന്നത് കേട്ട് ഞങ്ങൾ നോക്കിയത് ത്രിമൂർത്തീസിനാണ്. അവർ മൂന്നുപേരും സിദ്ധാർത്ഥിൻ്റെയും നന്ദുവിൻ്റെയും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. ഈ ദേവന്തൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തും നടക്കുന്നില്ലെന്ന് ഞാൻ വിളിച്ചു പറയാൻ പോകുക. ആക്കു ദേഷ്യത്തിൽ ചോദിച്ചത് റീമ അവളെ പിടിച്ചു നിർത്തി. എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ഇവിടെ എത്രയും പേരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഓവർ റിയാക്ട് ചെയ്താൽ നാണം കെടുന്നത് ഫുൾ ഫാമിലിയാണ്. ഷീട്ടിനിവിടെ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ ഏട്ടനെ കൊണ്ടേ പറ്റൂ. റിൻഷ പറഞ്ഞപ്പോഴാണ് ഞങ്ങളും ഏട്ടനെ നോക്കിയത്. ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ശ്രീയേട്ടൻ മാത്രമല്ല, ധ്രുവേട്ടനും ഇല്ല. കുറച്ച് മുന്നേ വരെ അവരെ ഞാൻ കണ്ടതായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇതെങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിച്ച് അക്കു ചുറ്റും നോക്കുവാണ്. നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് അവരൊന്ന് പറയാൻ അനുവദിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഋതിക് മിക്കവാറും ഇപ്പം എന്നെ തിരിക്കുന്നുണ്ടാവും. പോകുന്നതിനിടെ ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും എന്നെ ദേഷ്യം പിടിക്കുന്ന തരത്തിലുള്ള സിദ്ധാർത്ഥിൻ്റെ കണ്ണിറുക്കലും ചിരിയൊക്കെ കണ്ട് ദേഷ്യമൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇറങ്ങാൻ കാത്തു നിന്നതുപോലെ ആരോ എന്നെ വലിച്ച് കാംസൊന്നുമില്ലാതെ ഒരു സൈഡിലേക്ക് നിർത്തിയതും ഞാൻ പ്രതീക്ഷിച്ച വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഞെട്ടിലൊന്നും തോന്നിയില്ല. എന്താ ഇപ്പം നടക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം? ഇതൊക്കെ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ? മുഖത്തുനിന്ന് കർച്ചീഫ് അയച്ചു മാറ്റിക്കൊണ്ട് ഋതിക് പറഞ്ഞതും അല്ലെന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതായിരുന്നു അവർ പറഞ്ഞ സർപ്രൈസ് എന്ന സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല. ഡോണ്ട് ടെൽ മീ ത്രിമൂർത്തീസിന് സിദ്ധാർത്ഥിനെ പറ്റി ഒന്നും അറിയില്ല എന്ന്. അറിയാമായിരുന്നേൽ നന്ദുവിനെ വെച്ച് അവരിങ്ങനെ റിസ്ക് എടുക്കുമായിരുന്നു.
ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ അതെങ്ങനെയെന്ന് ശരിയാവും? ഒരു ചെറിയ സൂചനയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഫംഗ്ഷൻ കഴിയുമ്പം ചിലരൊക്കെ എനിക്കൊന്ന് കാണേണ്ടതുണ്ട്. ഷീ ഒന്ന് നിൽക്ക് പ്ലീസ്. ഷീക്ക് മുന്നിൽ ദൂരെ കയറി നിന്നോട് പറഞ്ഞതോ ഷീ മറ്റെവിടെയൊക്കെ നോട്ടം തെറ്റിച്ച് നിന്നു. ഡാ, ഐ എം സോറി. നേരത്തെ ഈ കാര്യം പറയാനാണ് ഞാൻ നിന്നെ പിടിച്ചു നിർത്തിയത്. അപ്പോഴേക്കും ആൻറ്റി നിന്നെ വിളിച്ചുകൊണ്ട് പോയി. ആദ്യം കാശി മഹങ്ങളോട് ഇന്ന് എല്ലാവരുടെ മുന്നിൽ ഇത് അനൗൺസ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ആക്സിഡൻ്റലി ഞാൻ കേട്ടു. നീ പേടിക്കണ്ട, നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. നിന്നെല്ലാവരൊക്കെ അറിയുന്നതല്ലേ, അതുകൊണ്ട് അവർ സമ്മതിക്കാതിരിക്കില്ലടാ. ഷീയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞതും ഷീ അവൻ്റെ കൈ തോളിൽ നിന്ന് എടുത്തു മാറ്റി. വേണ്ടടാ, തെറ്റ് എൻ്റെ ഭാഗത്താ. ആദ്യം അന്നേ എൻ്റെ അടുത്ത് പറഞ്ഞതാ നന്ദക്കുള്ള ചെറുക്കിനൊക്കെ അവർ ആദ്യമേ ഫിക്സ് ചെയ്തതാണെന്ന്. അതൊന്നും ഓർക്കാതെ ഞാനല്ലേ ഓരോന്നും ആഗ്രഹിച്ചത്. എന്തായാലും നിൻ്റെ വാക്കായിട്ട് ഞാൻ അവളെ പോയി പ്രപ്പോസ് ചെയ്യാഞ്ഞത് എത്ര നന്നായി. അല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടാനല്ലടാ. ഉള്ളിലെ വിഷമൊക്കെ മറച്ചു വെച്ച് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. നീ ഇങ്ങനെ ഡെസ്പാവല്ലേ? ഞാനില്ലേ കൂടെ. ഞാൻ പറയാം അവരോട്. എനിക്ക് ഉറപ്പാ നിന്നെ മനസ്സിലാക്കും അവർ. വേണ്ടടാ, അത് വേണ്ട. ഏതായാലും എന്നെക്കാളും നന്ദക്ക് ചേർന്നത് സിദ്ധാർത്ഥ് തന്നെയാണ്. ഇത് ദൈവം എനിക്ക് തന്ന പണിഷ്മെൻ്റാണ്. എന്നെ തേടി വന്നപ്പം ഞാൻ അവൾക്ക് വില കൽപ്പിച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷ. നിനക്കറിയോ എത്ര തവണ എൻ്റെ പിറകെ വന്നിട്ടുണ്ടെന്നോ? അപ്പോഴൊക്കെ ഞാൻ അവളെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന് പകരമായി ഇന്നെൻ്റെ അവസരം വന്നപ്പം ദൈവം എന്നെയും വിഷമിപ്പിച്ചു. അത്രേ ഉള്ളൂ. നീ അത് വിട്ടേക്ക്, എന്നിട്ട് തിരിച്ചു പോകാൻ നോക്ക്. എനിക്ക് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. പിന്നെ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയരുത്, കേട്ടല്ലോ? ഡാ, നീ ഒന്നും പറയണ്ട, നീ പോകാൻ നോക്ക്. ധ്രുവിനെ പറയാൻ അനുവദിക്കാതെ ശ്രീ അവനെ തിരികെ പറഞ്ഞയച്ചു. തുടരും. ശ്രീ ഓർ സിദ്ധാർത്ഥ്, ആരാ നല്ലത്? നന്ദുവിനെ നമുക്ക് സിദ്ധുവിനെ കൊണ്ട് കെട്ടിച്ചിട്ട് അച്ചുവിനെ ശ്രീക്ക് കൊടുക്കാം. എന്തു പറയുന്നു? അപ്പോൾ കല്യാണക്കാരൊക്കെ നടിക്കട്ടെ കേട്ടോ. ഓരോ പന്തലേ നമുക്ക് കെട്ട് നടത്താം.